പാർവതി പറഞ്ഞതുപോലെ പ്രിയൻ ചെയ്തത് ക്രൂരതയാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ഇവർക്കിടയിൽ ഒരു അടുപ്പമുണ്ട്, അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് കരുതി പ്രിയൻ അതിരെ കിടക്കാൻ സാധ്യതയില്ലേ? ഇല്ല. ചേട്ടനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്. എന്നോട് സംസാരിക്കുമ്പോ പോലും പ്രിയൻ ചേട്ടൻ അതിര് കടക്കാറില്ല. എന്നോട് പെരുമാറുമ്പോ പ്രിയൻ ചേട്ടൻ കാണിക്കുന്ന ബഹുമാനമാ എനിക്ക് പ്രിയൻ ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. പ്രിയൻ ചേട്ടൻ ഇങ്ങനൊരു ക്രൂരത ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ പാറു. ഒരു കാര്യം ചെയ്, നീ കുറച്ചേരം പുറത്തേക്ക് നിക്ക്, ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. അതല്ല ആയിഷേ. സിസ്റ്റർ, ഈ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി. നീ ചെല്ല്. വാ പാറു, വാ. ചെല്ലേ വരൂ. സോ സോറി ഡോക്ടർ. അവളെപ്പോലൊരു നാട്ടുമ്പുറത്തുകാരിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഡോക്ടറിന് ചിന്തിച്ചൂടെ? ഞങ്ങളോട് ഇത്രയും കാലം അവള് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അവൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ അവളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ പാർവതി സമ്മതിച്ചില്ല. നിങ്ങളോടെങ്കിലും അവള് സത്യം പറഞ്ഞല്ലോ, നന്നായി. അവൾക്ക് പ്രിയന്റെ മീതെ അളവിൽ കൂടുതൽ വിശ്വാസമുണ്ട്. ചിലപ്പോ ആ വിശ്വാസമായിരിക്കും പ്രിയ മുതലെടുത്തത്. പക്ഷേ പ്രിയനാണ് ഇതിന് കാരണക്കാരനെന്ന് പാറു സമ്മതിക്കുന്നില്ലല്ലോ ഡോക്ടർ. അത് തന്നെയാണ് പ്രശ്നം. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞാ അവളുടെ ഭാവി തന്നെ നശിക്കും. ഇത് മറയ്ക്കാൻ പറ്റിയൊരു വിഷയമല്ല. കുറച്ചു നാളുകൾക്കുള്ളിൽ എല്ലാവർക്കും മനസ്സിലാവും. അതിനു മുൻപ് പാർവതിയെ പറഞ്ഞു മനസ്സിലാക്കി പ്രിയനോട് സംസാരിച്ച് അവരുടെ കല്യാണം എത്രയും വേഗം നടത്താൻ നോക്ക്. പ്രിയനല്ലേ ഇതിന് ഉത്തരവാദിയെന്ന് പാറു വിശ്വസിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ ഡോക്ടർ പ്രിയനുമായിട്ടുള്ള കല്യാണത്തിന് അവൾ സമ്മതിപ്പിക്കുക? പ്രിയനല്ലാതെ അവളോട് ഇത്തരത്തിലെടുക്കാൻ സാധ്യതയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാ പ്രിയനാണ് ഇതിന്റെ ഉത്തരവാദിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങള് അവൾക്ക് താങ്ങാനാവില്ല. പാറു, തൊട്ടുപോരുത്. ഡോക്ടർ പ്രിയൻ ചേട്ടനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരു വാക്ക് പോലും അവർക്കെതിരെ പറഞ്ഞില്ലല്ലോ. എന്റെ പ്രിയൻ ചേട്ടൻ അങ്ങനെയുള്ള ആളല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ പെരുമാറുന്ന. ഡോക്ടർ അങ്ങനെ പറഞ്ഞതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നീ അടക്കോ ഒതുക്കോ ഉള്ളൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനെ അല്ലാതെ മറ്റാരെയും തന്റെ അടുത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ സമ്മതിക്കില്ലെന്ന് അവർക്കറിയാം. അപ്പൊ സ്വാഭാവികമായും അവർ പ്രിയനെ തന്നെയല്ലേ സംശയിക്കുക? ഡോക്ടർക്കറിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിൽ കുറെ കാലം കഴിഞ്ഞിട്ടുണ്ട്. സാഹചര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ കഴിയേണ്ടി വന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ സാഹചര്യമാണോ പ്രിയൻ മുതലെടുത്തതെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നെങ്കിലും നീ ഒന്ന് അംഗീകരിക്കേ. പ്രിയനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുമല്ല. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന് നിങ്ങൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയപ്പോ നീ അവന്റെ ഭാര്യയെ പോലെ തന്നെയാണെന്ന് തോന്നിക്കാണും. അങ്ങനെ ചിന്തിച്ചൊരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതായിരിക്കും.
നിന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിച്ച് നീ അറിയാതെ അവൻ ഈ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ? എല്ലാം സംഭവിച്ചതിന് ശേഷം കുറ്റബോധം കാരണം അവൻ നിന്നോടൊന്നും പറയാത്തതായിരിക്കും. പ്രിയനല്ലാതെ അവന്റെ വീട്ടിലല്ലാതെ ഈ തെറ്റ് വേറെ എവിടെയും നടക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞോ? അതോ ഇനി ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങള് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ വേണമെങ്കിലും നിരത്തിക്കോളൂ. നിങ്ങളെന്നല്ല, ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും പ്രിയൻ ചേട്ടനാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല. പാറു, ആരും എന്നോട് ചെയ്ത തെറ്റിന് പ്രിയൻ ചേട്ടനാണ് ഉത്തരവാദിന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതില്ല. അങ്ങനെ ചെയ്തോ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചതില് ഒരു ആത്മാർത്ഥതയില്ലെന്നർത്ഥം. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക് പാറു, ഇങ്ങനെ വാശി പിടിക്കരുത്. പ്രിയനോട് ഞങ്ങൾ സംസാരിക്കാം. വേണ്ട, ഇനി പ്രിയൻ ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായിട്ട് പറഞ്ഞു പോരുത്. എന്നോട് ഈ തെറ്റ് ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ അതിനു മുൻപ് പ്രിയൻ ചേട്ടൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ തെളിയിക്കും. പാറു, പാറു. വന്നല്ലോ മുതലാളിയുടെ ഭാവി അമ്മായി അച്ഛൻ. ശല്യം പിന്നെ എന്തിനാവും രാവിലെ തന്നെ കെട്ടിയെടുത്തു. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? സുഖമല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? സുഖവും സന്തോഷമൊക്കെ ഇല്ലാതിരിക്കുവോ? സിറ്റി പോയി മോളെ കണ്ടിട്ട് വന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു മോളെ എല്ലാവർക്കും കിട്ടുമോ? ജോലിക്ക് പോയ കമ്പനിയുടെ മുതലാളിയെ തന്നെ ചാക്കിലാക്കി അയാളെ കൊണ്ട് തന്നെ 10 ലക്ഷം രൂപ കടം വീട്ടിപ്പിച്ച മുതലല്ലേ. ഈ കാലത്ത് സ്ത്രീധനം കൊടുക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഇവരുടെ കുടുംബം ഒരു മാതൃകയാണ് അല്ലേ മുതലാളി? നീ വെറുതെ കളിയൊക്കെ വേണ്ട. അതൊക്കെ പാറുവിന്റെ കഴിവല്ലേ. എന്താടാ രാവിലെ നിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുവാണോ? എന്താമേ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? സിറ്റിയിൽ വെച്ച് കാർത്തികിനെ കണ്ടതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ.